സംസ്ഥാനത്ത് ഈട് അന്വേഷിക്കുന്ന കരുവന്നൂർ ഉൾപ്പെടെയുള്ള കേസുകളിൽ ഏപ്രിൽ ആദ്യം കുറ്റപത്രം നൽകും. കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കം വിവിധ കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കി കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇഡിയുടെ നീക്കം. ഈ മാസം വിവിധ യൂണിറ്റുകളിലെ 12 കേസുകളിൽ ഇഡി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിരുന്നു. മന്ത്രി കെ ബാബുവിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ്, സപ്ലൈകോ തേയിലക്രമക്കേട്, കൊട്ടകര കവർച്ച കേസ്, ലോൺ ഓഫ് തട്ടിപ്പ് കേസ് എന്നിവയിലെല്ലാം ഈ മാസമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനപ്പുറം ഇഡി കേസുകളിൽ തുടർ നടപടികളില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നെന്നുമുള്ള CPM ആരോപണങ്ങൾ തള്ളുന്നതാണ് വിവിധ കേസുകളിൽ കലൂർ PMLA കോടതിയിൽ അന്വേഷണം പൂർത്തിയാക്കി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രങ്ങൾ. ഈ മാസം മാത്രം 12 കുറ്റപത്രങ്ങളാണ് വിവിധ കേസുകളിൽ സമർപ്പിച്ചിരിക്കുന്നത്. 2007 ജൂലൈ മുതൽ 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നായിരുന്നു നിലവിൽ തൃപ്പൂണിത്തുറ MLA ആയ കെ ബാബുവിനെതിരായ കേസ്. നേരത്തെ വിജിലൻസും കേസെടുത്തിരുന്നു. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറായ മറ്റു നിരവധി കേസുകളുമുണ്ട്. വൈകാതെ ഇവയിലും കുറ്റപത്രം സമർപ്പിക്കും. ജനം, കൊച്ചി.